ലോകരാജ്യങ്ങളിലെ ഏറ്റവും വിപുലമായതും തിരക്കേറിയതുമായ ട്രെയിൻ ശൃംഖലകളിലൊന്നാണ് നമ്മുടെ ഇന്ത്യയിലേത്. ലോകത്തിലെ 4ാമത്തെ ദേശീയ റെയിൽവേ സംവിധാനമാണ് ഇന്ത്യയിലേത്. 68,426 കിലോമീറ്റർ നീളം വരും ഇന്ത്യയിലെ ആകെ റെയിൽപാതകൾക്ക്. 12 ലക്ഷം ജീവനക്കാരുള്ള റെയിൽവേ ലോകത്തിലെ 9ാമത്തെ ഏറ്റവും വലിയ തൊഴിൽദാതാവാണ്. ഇന്ത്യയിലെ 2ാമത്തെ തൊഴിൽദാതാവ് എന്ന് പറയുന്നത് തന്നെ ഇന്ത്യൻ റെയിൽവേ ആണ്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഇതാ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുന്നു. ഇന്ത്യക്കാരുടെ പേരിലുള്ള ലോക റെക്കോർഡുകൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്. 1990 മുതൽ 30ലേറെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്ന ഇന്ത്യയുടെ പുസ്തകങ്ങളിൽ ആദ്യത്തേതും ദീർഘകാലം പ്രസിദ്ധീകരിച്ചതുമാണ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് ആണ്. അതായത് കൂടുതൽ പേർ പങ്കെടുത്ത പൊതു പരിപാടിയുടെ റെക്കോർഡാണ് ഇന്ത്യൻ റെയിൽവേ സ്വന്തമാക്കിയിരിക്കുന്നത്. 2140 വേദികളിലായി 2024 ഫെബ്രുവരി 26 റെയിൽവേ മന്ത്രാലയം സംഘടിപ്പിച്ച പരിപാടിയിൽ 40,19,516 പേരാണ് പങ്കെടുത്തിരുന്നത്. ഇതാണ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി റോഡ് ഓവർ അണ്ടർ ബ്രിഡ്ജുകളുടെയും റെയിൽവേ സ്റ്റേഷനുകളുടെയും ശിലാസ്ഥാപനമായിരുന്നു ഈ പൊതുപരിപാടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടന്ന ഈ പരിപാടിയാണ് റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രകൃതിയുടെയും ഇന്ത്യക്കാരുടെയും പേരിലുള്ള റെക്കോർഡുകൾ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് രേഖപ്പെടുത്തുന്നു. കൊക്കക്കോള ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഉടമകൾ. അശ്വിനി വൈഷ്ണവ് വീണ്ടും ഇന്ത്യൻ റെയിൽവേ മന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷമാണ് ഇങ്ങനെ ഒരു റെക്കോർഡ് റെയിൽവേക്ക് ലഭിച്ചിരിക്കുന്നത്. റെയിൽവേക്ക് പുറമെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പുകളുടെയും ചുമതലയുള്ള കേന്ദ്രമന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ്. റെയിൽ പാളങ്ങളുടെ വൈദ്യുതീകരണത്തിലും പുതിയ സേവനങ്ങൾ ആരംഭിക്കുന്ന കാര്യത്തിലും പുതിയ പാളങ്ങളുടെയും സ്റ്റേഷനുകളുടെയും നിർമ്മാണത്തിലും പുതിയ ട്രെയിനുകളുടെ കാര്യത്തിലുമെല്ലാം കഴിഞ്ഞ 10 വർഷങ്ങളായി വമ്പൻ നേട്ടമാണ് രാജ്യം കൈവരിച്ചിരിക്കുന്നത് എന്നാണ് അശ്വിനി വൈഷ്ണവ് പ്രതികരിച്ചത്. സാധാരണക്കാരന്റെ യാത്രാമാർഗം എന്ന നിലയിൽ റെയിൽവേക്ക് വലിയ പ്രാധാന്യമാണ് ഇന്ത്യൻ ഗവൺമെന്റ് നൽകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ശക്തമായ നട്ടെല്ലാണ് ഇന്ത്യൻ റെയിൽവേ. അതുകൊണ്ടെല്ലാം റെയിൽവേയിൽ സവിശേഷമായ ശ്രദ്ധയുമുണ്ട്.